ഒരു സഹോദരനെതിരെ പരാതി ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറുള്ളൂ? എന്തുമാത്രം വെറുപ്പ്, നീരസം, അമർഷം, കുറ്റപ്പെടുത്തല്, ഉള്ളിലുള്ളത്, സംസാരത്തിലുള്ളത്, പെരുമാറ്റത്തിലുള്ളത്, പിന്നെ വഴക്കും ബഹളവും ഒച്ചവെക്കലും, ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാതെ കൂടെയുള്ളവരുടെ കൂടെ ക്ഷമിച്ചു നീങ്ങാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ പുറോട്ട് നോക്കുമ്പോൾ അങ്ങനെ ക്ഷമിച്ചു നീങ്ങാൻ പറ്റും? ഒരു ദിവസം പോലും കാണുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല കുമ്പസാരങ്ങളും ക്യാൻസലായി പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഞടുക്കത്തോടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ നിഷ്കർഷ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 85-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയുടെ 7 യാചനകളിൽ 5-ാമത്തെ യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഒരു യാചന വളരെ മർമ്മപ്രധാനമാണ്, പ്രായോഗികമായിട്ട് വളരെ ഗൗരവമായ പ്രസക്തി ഉള്ളതാണ് എന്ന് നമ്മൾ കാണുകയായിരുന്നു. അതുകൊണ്ട് ഇത് 2 യാചനകളുടെ മേഖല, 2 ആത്മീയ കൃത്യങ്ങളുടെ മേഖല കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പക്കലുള്ള ക്ഷമയുടെ സ്വീകരിക്കലും സഹോദരങ്ങളുടെ ക്ഷമ കൊടുക്കലും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ കാണുകയുണ്ടായി, ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈശോ മത്തായി 6-14-15 വാക്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ഗൗരവം അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമ്മൾ മത്തായി 18 ഈശോ എത്ര ക്ഷമിക്കണം എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന നിർദ്ധന ഭൃത്യൻ്റെ ഉപമ. 10,000 താലന്ത് ഇളച്ചു കൊടുത്ത ഭൃത്യൻ സഹഭൃത്യൻ്റെ 100 ദനാറ ഇളച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിൽ ആദ്യം കൊടുത്ത ഇളവ് ക്യാൻസലായി, വീണ്ടും ജയിലിലേക്ക് വിട്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോട് ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് വെച്ചാൽ വളരെ ഗൗരവത്തിൽ അതിൻ്റെ ഗുണപാഠം, പ്രായോഗിക പ്രസക്തി എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നമ്മളതേപ്പറ്റി അല്പം കൂടി ചിന്തിച്ചപ്പോൾ കണ്ടു, ഈ 10,000-ൻ്റെ 100-1 1% മാത്രമാണ് 100 എന്ന് പറയുന്നത്. അപ്പം നിസ്സാരമായ 1% വേണ്ടിയാണ് 99% വരുന്ന ഇളവ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ശുദ്ധ മണ്ടത്തരം. അതൊരു കാര്യം. വീണ്ടും നമ്മൾ കാണുകയായിരുന്നു, താലന്തും ധനാറിയും തമ്മിലുള്ള അന്തരം നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മിക്കുന്നുണ്ട്. PSVയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അനുബന്ധമായിട്ട് അളവുകൾ തൂക്കങ്ങൾക്കകത്ത് ധനാറ എന്ന് പറയുന്ന 5.7 ഗ്രാം മാത്രമാണ് ഒരു ധനാർ. അപ്പോൾ 100 ധനാർ 501 ഗ്രാം, 1/2 കിലോ വെള്ളിയേ വരുന്നുള്ളൂ. ആ സമയം ഒരു താലന്ത് എന്ന് പറയുന്നത് 34.27 കിലോ വെള്ളിയാണ്. അപ്പോൾ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 3,40,000 കിലോ വെള്ളിയുടെ മൂല്യമാണ് അവിടെ വരുന്നത്. ഇത്ര ഭീകരമായൊരു അന്തരം എന്തുകൊണ്ടാണ് ഈ ഉപമയിൽ ഈശോ വെച്ചത് എന്നുള്ളത് നമ്മൾ മറക്കരുത്, അല്ലെങ്കിൽ അവഗണിച്ച് പോകരുത്, ശ്രദ്ധിക്കാതെ പോകരുത്. ഈശോ തൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം യോഹന്നാൻ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 49-50 വാക്യങ്ങളിൽ ഞാൻ എന്ത് പറയണമെന്ന് എന്ത് പഠിപ്പിക്കണമെന്ന് പിതാവ് തന്നെ ഈ കൽപ്പന നൽകിയിരിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം അവിടുന്ന് കൽപ്പിച്ച പോലെ തന്നെയാണ് എന്ന് വ്യക്തമാക്കി നമുക്കറിയാം. അതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ 30-ാം വാക്യത്തിൽ ഞാൻ കേൾക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നത്. ഈ സമയത്തെ ഒന്നും പറയാൻ പറ്റുകയില്ല. അതേ അധ്യായം തന്നെ യോഹന്നാൻ 5:19-20 വായിക്കുന്നുണ്ട്, പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 9, 10, 11 വാക്യങ്ങളിൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തികൾ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഞാൻ ഈ വാക്കുകളെല്ലാം പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചത്, ഈശോ പറയുന്ന വാക്കുകൾ, പ്രബോധനങ്ങൾ, ഈശോ ഉപയോഗിക്കുന്ന ഉപമകൾ, ഈശോ തൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികളൊന്നും നസ്രത്തിലെ ഈശോ എന്ന ഒരു തച്ചൻ്റെ മകനായ റബ്ബിയുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളോ ആശയങ്ങളോ ഒന്നുമല്ല. നമ്മൾ കണ്ടതാണ്, സ്വർഗത്തിലെ ദൈവം ഈശോയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഉപമയിൽ ക്ഷമിക്കേണ്ട പ്രാധാന്യം പഠിപ്പിക്കുമ്പോൾ ഈ 10,000 താലന്ത് 100 ധനാറ ആ സംഖ്യയുടെ അന്തരത്തിന് വലിയ അന്തരം മാത്രമല്ല, താലന്ത് ധനാർ തമ്മിൽ അന്തരിച്ച ഭീമമാണ്. നമ്മൾ പറയുകയുണ്ടായി, ഒരു
ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാൽ മാത്രമാണ് ഒരു 6 താലന്ത് സമ്പാദിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുക. 51 വർഷത്തെ പണിക്കൂലി ഒരിടത്ത് വെച്ചാൽ 6 താലന്ത് കൊണ്ട് കിട്ടുള്ളൂ അന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 10,000 താലന്ത് കട എങ്ങനെ വന്നു ചോദിക്കരുത്. അത് ഒരു തരത്തിലും എങ്ങനെ തൂർത്തടിച്ചാലും എങ്ങനെ വിറ്റു തുറച്ചാലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കട അല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ മക്കൾ നമ്മൾ കുമ്പസാരത്തിൽ അനുദപിച്ചേറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു അനുതാപ സങ്കീർത്തനം അവിടെ കിട്ടുന്ന ഒരു ഇളവെന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ഇളവല്ല. യെരമ്യായുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപക്കറകൾ കഴുകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നൊമ്പരത്തോടെ ജനം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുൻപിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ പാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ ഒരു കാരവും താളിയും കൊണ്ട് ഒന്നും പറ്റത്തില്ല, സോപ്പ് കൊണ്ട് ഒന്നും പറ്റത്തില്ല. തുണിയിൽ ഒരു അഴുക്ക് പറ്റിയാൽ നമുക്ക് സോപ്പിട്ട് കഴുകിപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു അഴുക്ക് പറ്റാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. പക്ഷെ അഴുക്കൊന്ന് മാറ്റിക്കളണമെങ്കിൽ എത്ര നിമിഷങ്ങൾ എടുത്താലും അഴുക്കൊന്ന് കഴുകി മാറ്റാൻ പറ്റുക. ശരീരത്തിൽ ഒരു മുറിവുണ്ടാകണമെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. ഒരു മുറിവുണ്ടാകില്ലെന്ന് ഒടിയാൻ ഉരുണ്ട് വീണ് ഒടിഞ്ഞു, ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. പക്ഷെ ആ ഒടിഞ്ഞതല്ലെങ്കിൽ ഒടിഞ്ഞത് പഴയ പോലെ ആകണമെങ്കിൽ എത്ര ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വരും. വസ്ത്രത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ചെളിയോ ഒരു മുറിവോ ഒടിവോ പരിഹരിക്കാൻ ഇതുപോലെ ഇത്രയോ ഇരട്ടി അധ്വാനവും സമയവും ആവശ്യമായിട്ട് വരുന്നുവെങ്കിൽ അരൂപിയായ നിത്യമായ ആത്മാവിൻ്റെ മേല് പതിയുന്ന ചെളി, ആത്മാവിനേക്കുന്ന മുറിവ്, അതാണ് ലഘുപാപം. മാരകമായ മുറിവ്, മരിക്കാൻ മാത്രമുള്ള അപകടാവസ്ഥപ്പെടുത്തുന്ന മുറിവാണ് മാരകപാപം. അങ്ങനെ ആത്മാവിനുണ്ടാകുന്ന ചെളിയും മുറിവും പരിഹരിച്ചെടുക്കാൻ എങ്ങനെ പറ്റും? അവിടെ അതേപറ്റിയാണ് ഇവിടെ യെരമ്യാ പറയുന്നത്, കാരവും താളി ഇതുകൊണ്ടൊന്നും ഒരു തരത്തിലും മാറിയല്ല. ഇതെങ്ങനെ മാറും നമുക്കറിയാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നമ്മുടെ അന്ധകരണങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. പഴയ നിയമത്തിൽ കാളക്കുട്ടിയുടെയും ആടിൻ്റെയൊക്കെ രക്തം കൊണ്ട് തളിച്ച് മോശ ശുദ്ധീകരണം കൊടുക്കാനായിട്ട് ഉദ്യമിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ ഹെബ്രായർ 9-ാം അധ്യായത്തിൽ 12 വാക്യങ്ങളിൽ അവൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെ കാളക്കിടാങ്ങളുടെ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കോളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. അന്ധകരണത്തെ, ഉള്ളത്തെ, നമ്മുടെ അരൂപിയെ, ആന്തരിക മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില ആർക്ക് നിർണ്ണയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ആ ശുദ്ധീകരണമാണ് നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ പാപമായിട്ട് മാപ്പ് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 വാക്യം നമ്മളോട് ഓർമ്മിക്കുന്നുണ്ടല്ലോ, അതിനോട് പറഞ്ഞിരിക്കുന്നതും. അതിൻ്റെ ആ ഒരു അമൂല്യമായ വില കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 താലന്ത് എന്നുള്ള ഒരു തുക ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ഇളവ് ദൈവത്തിൻ്റെ പക്കൽ ഓരോ കുമ്പസാരം നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ 100 ധനാറ പോലെയാണ്, അത്രേ ഉള്ളൂ, അത് ക്ഷമിക്കുന്നില്ല. ഇത്ര ഭീമമായ ഒരു ഇളവാണ് നമുക്ക് ക്യാൻസർ ആകുന്നത്. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, കുമ്പസാരം ക്യാൻസർ ആകുന്നതിനർത്ഥം, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. വേറെ എന്താ അർത്ഥമുള്ളത്? നിങ്ങളുടെ സഹോദരങ്ങളുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഏതുപോലെയാ? തന്ന ഇളവ് ക്യാൻസൽ ആക്കുന്നു. നമുക്ക് ഇളവ് ലഭിക്കുന്നത് എവിടെയാ? അനുദപിച്ചേറ്റ് പറയുമ്പോൾ കുമ്പസാര വേദിയിൽ ആ കിട്ടുന്ന ഇളവ് ക്യാൻസൽ ആക്കുന്നു. ആരോടും ക്ഷമിക്കാൻ നീങ്ങും. സ്നേഹമുള്ളവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞടുക്കം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയ കുമ്പസാരങ്ങളിൽ കിട്ടിയ പാവമോചനങ്ങൾ എത്ര എണ്ണം ക്യാൻസലായി പോയിട്ടുണ്ടാവും? ഇതുകൊണ്ട് ഞടുക്കുന്ന ചിന്തയാണ്. അല്ലെങ്കിൽ ക്യാൻസർ ആകാത്ത എത്ര കുമ്പസാരങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെ ചിന്തിക്കാതിരിക്കും എളുപ്പം.
കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 6 ആദ്യ വാക്യത്തിൽ പറഞ്ഞ പോലെ ഒരു സഹോദരൻ്റെ എതിർക്ക് പരാതി ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറുള്ളൂ? എന്തുമാത്രം പെറുപെറുപ്പ്, വെറുപ്പ്, നീരസം, അമർഷം, കുറ്റപ്പെടുത്തൽ, ഉള്ളിലുള്ളത്, സംസാരത്തിലുള്ളത്, പെരുമാറ്റത്തിലുള്ളത്, പിന്നെ വഴക്കും ബഹളം, ബഹളവും ഒച്ചവെക്കലും, ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാതെ കൂടെയുള്ളവരുടെ കൂടെ ക്ഷമിച്ച് നീങ്ങാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പം അങ്ങനെ ക്ഷമിച്ച് നീങ്ങാൻ പറ്റും ഒരു ദിവസം പോലും കാണുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല കുമ്പസാരങ്ങളും ക്യാൻസലായി പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഞടുക്കത്തോടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊരു പറച്ചിൽ ആർക്കും അവസരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈശോയിലേക്ക് വന്നു കഴിയുമ്പം ആദ്യം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. വേറെ ഏത് പ്രാർത്ഥനയും പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിക്കും കർത്തൃ പ്രാർത്ഥന. കാരണം കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കും. അതിനകത്ത് ഈശോ കൃത്യമായിട്ട് ചേർത്ത് വെച്ച് നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും പല പ്രാവശ്യം ഉരുവിട്ട് പറയിപ്പിക്കുകയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട്, അല്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി എന്ന് വെച്ചാൽ, ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന, ഞങ്ങളെ വഞ്ചിക്കുന്ന, ദ്രോഹിക്കുന്ന ആരോടെങ്കിലും ഞാൻ ക്ഷമിക്കാതെ നീങ്ങുകയാണ് എങ്കിൽ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണ്ട എന്ന് നമ്മൾ തമ്പുരാൻ അങ്ങോട്ട് ഉറപ്പ് കൊടുത്തിരിക്കുക, തമ്പുരാനോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഇത് എത്ര നമ്മൾ പ്രാർത്ഥന ചൊല്ലാൻ വെച്ച് വിശ്വാസത്തിൽ നീങ്ങുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം പഠിപ്പിക്കുന്ന കർത്തൃപ്രാർത്ഥന വെച്ചിരിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് തൃപ്തിയാകാതെ മത്തായി 6 ഞാൻ ആവർത്തന വിരസത തോന്നരുത് 14-15 ഭാഗം വീണ്ടും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും സഹോദരൻ ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ എന്ന് പറഞ്ഞിട്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ ഇതേ തന്നെ വീണ്ടും ആവർത്തി പഠിപ്പിക്കുക. അപ്പം എത്രയോ വലിയ ഗൗരവമാണ്. ഈ ഗൗരവം നമ്മൾ പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവം? നമ്മുടെ ജീവിതത്തിലെ അനേക കുമ്പസാരങ്ങൾ ക്യാൻസലായി പോയിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടും കൂടിയല്ലേ ഒരു പക്ഷേ ചിന്തിച്ച് നോക്കിക്കുക, വർഷങ്ങളായിട്ട് കത്തോലിക്ക ആത്മീയതയിലൊക്കെ എല്ലാ ഭക്താഭ്യാസങ്ങളും പങ്കെടുത്ത് കുദാശകൾ സ്വീകരിച്ചു കുമ്പസാരത്തിന് പതിവായിട്ട് അണഞ്ഞും ഒക്കെ നീങ്ങുന്നവരായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം എവിടെയോ തടസ്സപ്പെട്ട് കിടക്കുന്നവർ തോന്നുന്നില്ലേ? 1 ഇഞ്ച് പോലും വളരുന്നില്ലാത്ത പോലെ മാസങ്ങളും നല്ല വർഷങ്ങളിലേക്ക് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപോലെ തന്നെയാണ്. എല്ലാ വർഷവും 50 നോമ്പുണ്ട്, 21 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, മലകയറ്റമുണ്ട്, കുരിശിൻ്റെ വഴിയുണ്ട്, വാർഷികധ്യാനങ്ങളുണ്ട്, എഷ്ടാധ്യാനങ്ങളുണ്ട്, ഉപവാസങ്ങൾ, നോയമ്പ് എല്ലാം ഉണ്ട്. ആഴ്ച തോറുമുള്ള ഒരു നേരം അങ്ങനെയുണ്ട്, ഞായറാഴ്ച കുർബാന, എല്ലാ ദിവസവും കുർബാന എല്ലാം ഉണ്ട്, കുമ്പസാര പതിവ്. എന്നിട്ടും ജീവിതം എന്താ 1 ഇഞ്ച് പോലും വളരാത്തത്? ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു രൂപാന്തരീകരണ അനുഭവമാണ്, പിന്നെ ഒരു ആത്മീയ യാത്രയാണ്, തീർത്ഥാടനമാണ്. വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നു, അതുപോലെയാണ് വെച്ചാൽ വളർന്നു വരുന്നു, കടുകുമണി വെച്ചാൽ പൊങ്ങി വരുന്നു, പുളിമാവ് ഇട്ട് കഴിഞ്ഞാൽ അത് പുളിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ നാളുകളായിട്ട്. ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെയുണ്ട്. ദൈവം നമുക്ക് നൽകിയ ക്ഷമിക്കലിൻ്റെ ആശീർവാദങ്ങൾ നമ്മൾ ക്ഷമിക്കായിക മൂലം ക്യാൻസലായി പോയിട്ടുണ്ട്. ഇത് ഞടുക്കേണ്ട ഒരു ചിന്തയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പം നമുക്ക് പഴയ കാലങ്ങളിലേക്ക് നോക്കിയിട്ട് പാപങ്ങളല്ല ഇനിയും എങ്ങനെ കുമ്പസാരിക്കാൻ പറ്റുമോ, ഓർക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്. എന്നിട്ട് ഈ നിമിഷം അതൊരു തീരുമാനമെടുക്കുക. ഇനി മേലാൽ ഞാൻ സകല വ്യക്തികളോടും ഹൃദയപൂർവ്വം ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചിട്ട് ഞാൻ തമ്പുരാന്റെ മക്കൾ, ദൈവമേ ഞാൻ ക്ഷമിച്ചതുപോലെ, അങ്ങനെ പറയുന്നത്, ക്ഷമിച്ചതുപോലെ എൻ്റെ തെറ്റ് ക്ഷമിക്കണേ എന്ന് ഞാൻ ആവശ്യപ്പെടും, പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ദൈവം ക്ഷമിക്കും. ഇനി മുതലെങ്കിലും ആ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, വരസത്തിലേക്ക് വരാം. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.